നമസ്കാരം. ഗുഡ് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മോർണിംഗ് വൈബ്സ് എന്നും ആരംഭിക്കുമ്പോൾ രാവിലെ പോസിറ്റീവ് വൈബോട് കൂടി ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളെ തേടിയെത്തുന്ന വാർത്തകൾ പലപ്പോഴും അങ്ങനെ ആവില്ല. ഇന്ന് തന്നെ നോക്കിയാൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, തൃശ്ശൂർ കുന്നംകുളത്ത് കുറുക്കൻപാറയിൽ KSRTC ബസ്സും ടിപ്പറും കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായിട്ടുണ്ട്. 16 പേർക്ക് പരിക്കേറ്റു. അതിൽ 2 വാഹനത്തിൻ്റെയും ഡ്രൈവർമാരുടെ നില അല്പം ഗുരുതരമാണ്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് പരിക്കേറ്റ യാത്രക്കാരെയെല്ലാം സമീപത്തെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇത്തരത്തിൽ ഉള്ള അപകട വാർത്തകളാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ എന്നും നല്ല വാർത്തകൾ കേട്ട് ആരംഭിക്കണം തുടങ്ങണമെന്ന് വിചാരിച്ചാലും നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഈ ബുള്ളറ്റിനിൽ തന്നെ എത്താം. അതിനു മുമ്പായി ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടക്കാം. കഴിഞ്ഞ ദിവസം 2 ദിവസമായി എല്ലാവർക്കും അറിയാവുന്നതാണ്, യാത്രക്കാരെ വല്ലാതെ ദുരിതത്തിലാക്കിക്കൊണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം. എത്രത്തോളം 200ഓളം സർവീസുകളാണ് നിലച്ചത്, റദ്ദാക്കിയത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും എത്തേണ്ടിയിരുന്ന, അതായത് UAE-യിലേക്കായിക്കോട്ടെ തിരികെ നാട്ടിലേക്കായിക്കോട്ടെ എത്തേണ്ടിയിരുന്ന യാത്രക്കാരുടെ യാത്ര അത് മുടങ്ങിയ വാർത്ത, അതേ തുടർന്നുള്ള പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ജീവനക്കാരുടെ സമരം അവർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചു എങ്കിൽ പോലും സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരു ദിവസം കൂടി എടുത്തേക്കും എന്നുള്ളതാണ് രാവിലെ നമ്മളെ തേടിയെത്തുന്ന വാർത്ത. കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകൾ റദ്ദാക്കി. എന്നാൽ കരിപ്പൂരിൽ നിന്നുള്ള ദമാം മസ്കറ്റ് സർവീസുകൾ പുനരാരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ഇന്ന് ആരംഭിച്ചേക്കും. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ സമരം പിൻവലിച്ചു എന്നുള്ള വാർത്ത നമ്മളെ തേടിയെത്തിയത്. പക്ഷേ ഈ സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ കഴിയാത്തത്? ഇപ്പോൾ ഏതൊക്കെ സർവീസുകളാണ് നിലവിൽ റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ യാത്രക്കാരുടെ ദുരിതവും എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരവും എല്ലാം തന്നെയായിരുന്നു. വലിയ രീതിയിൽ തന്നെ അതിൽ ഒരു വിഷയങ്ങൾ സൃഷ്ടിച്ചിരുന്നു. വലിയ പ്രതിസന്ധികൾ യാത്രക്കാരിലെ എല്ലാം തന്നെ ഇതെല്ലാം സൃഷ്ടിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സമരം ഇന്നലെ പിൻവലിക്കുന്നു. കടുത്ത നടപടികളിലേക്ക് മാനേജ്മെൻറ്റ് തിരിയുന്നു എന്നുള്ളൊരു സൂചന നൽകുന്നു. നടപടികൾ തുടങ്ങി ഒരു ഭാഗത്ത്. പിന്നീട് ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ ദുരിതങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇപ്പോൾ സമരം പിൻവലിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നിലവിൽ പക്ഷേ ഒരു പൂർണ്ണ തോതിലേക്ക് ഒരു സജ്ജമാകുന്ന രീതിയിലേക്കൊന്നും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്ന രാവിലത്തെ വിവരങ്ങളിൽ. വിമാനങ്ങൾ വീണ്ടും അതൊരു ക്യാൻസലേഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കാരണം ജീവനക്കാർ പൂർണ്ണമായൊരു തോതിലേക്ക് അവരെ വിന്യസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതുണ്ടാകും. ഇന്നൊരു പൂർവ്വസ്ഥിതിയിലാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. കാരണം സമരത്തിൽ നിന്ന് ജീവനക്കാരടക്കം ഒരു പിന്മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും തുടക്കത്തിൽ അവരുടെ ഷെഡ്യൂളിങ്ങും ജീവനക്കാരുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന നിലവിലെ ആശയക്കുഴപ്പങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം വന്നിരിക്കുന്നത്. ഒപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് 2 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ദമാമിലേക്കും മസ്കറ്റിലേക്കും രാവിലെ 8:05-നും 8:50-നും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദ് ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ വിവരം യാത്രക്കാരെ കുറിച്ച് നേരത്തെ അറിയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്, നിങ്ങൾ ഇത് നോക്കുക, ഷെഡ്യൂൾ നോക്കി മാത്രം അവിടേക്ക് വരിക എന്നൊരു അവസ്ഥയിലായിരുന്നു. കാരണം അത്ര കണ്ട് ശോകമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് സമരം ഇവരെ ഇനി ബാധിച്ചേക്കാമെന്നുള്ള സൂചനകൾ നൽകിയതുകൊണ്ട് തന്നെ പല യാത്രക്കാരും ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനത്തിലെ യാത്രക്കാരും ഇവിടെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയിരുന്നില്ല. കാരണം വിവരം യാത്രക്കാർക്ക് നൽകിയിരുന്നു. ഉച്ചയോടുകൂടി ഇതൊരു സാധാരണ നിലയിലേക്ക് വിമാന സർവീസുകൾ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിലേക്കുള്ള പല വിമാനങ്ങളും ഷെഡ്യൂൾഡ് എന്ന രീതിയിൽ തന്നെയാണ് സിയാറിലെ സൈറ്റുകളടക്കം കാണുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകില്ല. രാവിലെയുള്ള വിമാന സർവീസുകളെ ആകും ഇത് ബാധിച്ചിരിക്കുക. ഉച്ചയ്ക്ക് ശേഷം അത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും
2 ദിവസങ്ങളുണ്ടായ പ്രതിസന്ധികൾ വലുതാണ്. പലർക്കും തന്നെ ഇവിടേക്ക് ജോലിക്ക് എത്തേണ്ടവർ, വിസ കാലാവധി പൂർത്തിയാക്കേണ്ടവർ, അങ്ങനെ പലരും തന്നെ ഉണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം തന്നെ വലിയ രോഷവും എല്ലാം അണപൊട്ടിയത് ജോലി സംബന്ധമായ കാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പോലും അവർക്ക് കഴിയാത്ത സ്ഥിതിയിലായിരുന്നു മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ടിക്കറ്റുകളുടെ ഒരു പുനരേകീകരണം അത് ഈ ദിവസങ്ങളിലായിരുന്നു. കാരണം 10-ാം തീയതിക്കകം ഇത് ടിക്കറ്റുകൾ പുനരേകീകരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് തുടക്ക ദിവസങ്ങളിൽ. പക്ഷേ അപ്പോഴും സമരം നീണ്ടുപോവുക തന്നെ ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായും ഇങ്ങനെ പുനരേകീകരിച്ച ടിക്കറ്റുകൾ യാത്രക്കാർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി സർവീസുകൾ പൂർണ്ണതോതിൽ ആകുമെന്നൊരു പ്രതീക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. ആര്യ, തീർച്ചയായും എന്തായാലും യാത്രക്കാരുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഒരു ദിവസം കൂടി എടുക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടി സർവീസുകൾ പഴയ രീതിയിൽ തന്നെ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റ് ക്യാൻസലായി പോയ അല്ലെങ്കിൽ ആ ഒരു യാത്ര നടത്താൻ കഴിയാതിരുന്ന യാത്രക്കാർക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവരുടെ ടിക്കറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യും എന്നുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ നടത്തുന്ന സമരം 2ാം ദിനത്തിലേക്ക്. ഇതോടെ 7 ജില്ലകളിലെ പാചകവാതക വിതരണം പ്രതിസന്ധിയിലായി. മർദ്ദിച്ച CITU കയറ്റിറക്ക് തൊഴിലാളികൾക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഡാനി പോൾ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വലിയ സമരത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു അവർ. പക്ഷേ ഇത് പ്രതിസന്ധിയിലാകുന്നത് പാചകവാതക വിതരണം, അത് സാധാരണക്കാരെയാണ് ഈ ഒരു വിഷയം ബാധിക്കുന്നത് പ്രതികൂലമായി, അല്ലേ? തീർച്ചയായും അതിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ആഘാതം എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് തന്നെ ഇത് എത്തും എന്ന് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 7 ജില്ലകളിലെ, മധ്യ കേരളത്തിലെ ഉൾപ്പെടെ 7 ജില്ലകളിലെ പാചകവാതക വിതരണമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇന്നലെ മാത്രമായി ഏതാണ്ട് 160ഓളം ലോഡുകളാണ് ഈ രീതിയിൽ തടസ്സപ്പെട്ടത്. അത് അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. 200-ലധികം തൊഴിലാളികൾ, ഡ്രൈവർമാർ ഇതിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവിടെ നിന്ന് ഇത് പാചകവാതക വിതരണവുമായി പോകേണ്ട ലോഡുകളൊന്നും തന്നെ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. വലിയ രീതിയിലേക്ക് സമരത്തിലേക്ക് അവർ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലേക്കും ആ സമരം നീണ്ടു പോകുന്നു എന്നതാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സമരവും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സമരം ഇനിയും നീളുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക്, കാരണം ഈ ദിവസം കൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെ അങ്ങനെ ഒരു നിർബന്ധാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങളിൽ എത്തും. ഇവർ ഉന്നയിക്കുന്നൊരു വിഷയം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. CCTV ദൃശ്യങ്ങളടക്കം ഇതിൻ്റെ പുറത്തു വരികയും ചെയ്തു. ഇവരുടെ കൂട്ടത്തിലുള്ള തൊഴിലാളിയായ ഡ്രൈവർ ശ്രീകുമാറിനെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് മർദ്ദിക്കുന്നത്. CITU യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ ഒരു ഭാഗം ചേർന്ന് ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ കണ്ടത്. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗോഡൗണിൽ പാചകവാതക അതിൻ്റെ ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ്, കൂലി സംബന്ധമായ തർക്കമാണെന്ന് പറയുന്നു. പക്ഷേ അത് എങ്ങനെ ഡ്രൈവറിലേക്ക് എത്തും എന്നതാണ് ഒരു ചോദ്യം. പക്ഷേ എന്തായാലും ഇവർ തമ്മിലുള്ളൊരു തർക്കം ഉടലെടുത്തു. അത് പിന്നീട് വലിയ രീതിയിലൊരു മർദ്ദനത്തിലേക്ക് അടക്കം കലാശിക്കുകയും ചെയ്തു. ശ്രീകുമാറിന് ഇവിടെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ട് നടപടികൾ എടുക്കുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. യാതൊരു രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നില്ല. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് അവർ ചോദിക്കുന്നു. തെളിവ് സഹിതം പുറത്തു വരുന്നു. മർദ്ദിച്ചവരുടെ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ മുഖം വ്യക്തമാകുന്ന രീതിയിൽ ദൃശ്യങ്ങൾ വരുന്നു. പരാതി നൽകുന്നു. പക്ഷേ മറ്റു നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നടപടികൾ എടുക്കാത്ത മുറയ്ക്ക് സമരവുമായി തങ്ങൾ മുന്നോട്ട് പോകാൻ നിർബന്ധിതരാണ് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സമരം നീണ്ടുപോവുകയാണ്. തീരുമാനമെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരാണ്. അപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ സമരത്തെ അനുനയിപ്പിക്കാനുള്ള അനുരഞ്ജന ശ്രമങ്ങളൊന്നും നടക്കുന്നില്ലേ?
ആര്യ വിഷയത്തിൽ അനുരഞ്ജനം എന്ന് പറയുന്നത് പോലീസ് നടപടി വേണം എന്നതാണ് അവർ ഉന്നയിക്കുന്ന വിഷയം. കാരണം ഇങ്ങനെ കൂട്ടത്തിൽ ഒരാളെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു അവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് സന്ധി ചെയ്യുക എന്നവർ ചോദിക്കുന്നു. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ഒരു നടപടി എടുപ്പിക്കാനായിട്ട് മാനേജ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിഷയങ്ങളിൽ തങ്ങളുടെ ഭാഗത്തുള്ള തൊഴിലാളിക്ക് ഇത്ര ക്രൂരമായ ഒരു ആക്രമണം നടക്കുമ്പോൾ ആ വിഷയങ്ങൾ മാനേജ്മെൻറ്റ് കൂടി കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അന്വേഷിക്കേണ്ടതാണ്. ആ വിഷയങ്ങളിൽ പോലീസിനെ അടക്കം ഇടപെടുത്തേണ്ടതാണ്, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനൊപ്പം ഇതിൽ സാധാരണക്കാരിലേക്ക് ഈ സമരം എത്തുന്നു എന്നതാണ് വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധി. പാചകവാതക വിതരണത്തിൽ മധ്യ കേരളത്തിൽ പൊതുവെയും തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BPCL വലിയ രീതിയിൽ ഈ മേഖലയിൽ പാചകവാതക വിതരണം കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. പ്രത്യേകിച്ച് കൊച്ചി അമ്പലമുകളിൽ നിന്ന് മധ്യ കേരളത്തിലേക്കടക്കം വലിയ രീതിയിൽ ലോഡുകൾ പോകേണ്ടതാണ്. ഇന്നലെ അടക്കം 160ഓളം ലോഡുകൾ പോകുന്നില്ല. ഇന്നും ആ സമരം തുടരുകയാണെങ്കിൽ ആ ഒരു പ്രതിസന്ധിയുടെ ഒരു കനം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലുള്ളൊരു ഇടപെടലുകൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരെ യെസ്, തീർച്ചയായും അതാണ് സാഹചര്യം. ഡാനി, അവിടെ വേറൊരു കാര്യം കൂടി, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഡാനിയുടെ ഫ്രെയിം കണ്ടിട്ട് ഒരല്പം മൂടിക്കെട്ടിയ സാഹചര്യമാണ് എന്ന് തോന്നുന്നു. ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മഴ പ്രതീക്ഷിച്ച് എല്ലാവരും ഈ ചൂടത്തുരുകിയിരുന്ന്, പക്ഷേ അവസാനം മഴ പെയ്തപ്പം കൊച്ചിയിൽ ആകെ ദുരിതമായി എന്നുള്ളത്. ഈ ട്രെയിൻ ഗതാഗതം അടക്കം തടസ്സപ്പെടുന്നതും എല്ലാവരും ദുരിതത്തിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നെങ്ങനെയാണ്? ആശ്വാസ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? ആര്യ, കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് ഒരു മഴയുടെ ഒരു വലിയ ലക്ഷണങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഒരു ആകാശം പൊതുവെ മേഘാവൃതമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു. രാത്രി മഴ നല്ല രീതിയിൽ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ പുലർച്ചയിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ആകാശം ഇങ്ങനെ ഇരുണ്ട് വരുന്നത് ഒരു ആശ്വാസകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ചൂടിൽ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ കൂടെ അടുത്ത് നിവർത്തി വെച്ച് ലൈവിന് വന്ന് നിൽക്കുമ്പോൾ അത് കുറേ നാളുകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് മഴക്കാലത്ത് എന്ന പോലെ. ഇന്ന് അത്തരമൊരു അന്തരീക്ഷമുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും വളരെ സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി കടന്നു പോകുന്നവരാണുള്ളത്. മഴ രാവിലെ ചെറിയ രീതിയിൽ ഒരു ചാറ്റൽ മഴ എന്ന രീതിയിലേക്ക് വന്നിരുന്നു. അത് വലിയ ശക്തിയിലേക്കൊന്നും വന്നില്ലെങ്കിലും ചൂടിന് ഒരു ശമനമുണ്ട്. കുറച്ചെങ്കിലും റോഡ് ഒരു ചെറിയ മഴ പെയ്തൽ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നനഞ്ഞിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ ഇത് മഴയായി തന്നെ നിൽക്കുമോ അതോ കാർമേഘമായിട്ട് കൊതിപ്പിച്ച് കടന്നു പോകുമോ എന്നതെല്ലാമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഒരു പ്രതീക്ഷയുടെ ഒരു തുടക്കം, ഒരു ദിവസത്തിൻ്റെ ആരംഭം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. മഴയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇനി വരും മണിക്കൂറിൽ കാണാം, നോക്കിയിരിക്കാം. തീർച്ചയായും ഡാനി. ഏതായാലും ഡാനിയുടെയും അതോടൊപ്പം നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ മഴ പെയ്യട്ടെ, ആശ്വാസമാകട്ടെ, ഭൂമി ഒന്ന് തണുക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. എന്തായാലും ഇന്ന് വിവിധ ജില്ലകളിൽ മഴയുടെ മുന്നറിയിപ്പുണ്ട്. പല സ്ഥലങ്ങളിലും ആശ്വാസമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലും പല സ്ഥലത്തും ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടിമിന്നലിനുള്ള സാധ്യത കൂടി ഈ ഒരു സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അടക്കം ഈ മഴയുമായി ബന്ധപ്പെട്ട് മഴക്കോളൊക്കെ കാണുമ്പോൾ അധികം പുറത്തിറങ്ങി നിൽക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഇത്തരത്തിലൊരു തൊഴിലാളി മിന്നലേറ്റ് മരിച്ച വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയത്. അപ്പോൾ ഇടിമിന്നലിനുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻകരുതൽ കൂടി എല്ലാവർക്കും വേണം. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദന ദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സാവുകയാണ്. വന്ദനയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ കഴിയുകയാണ് അച്ഛൻ മോഹൻദാസും അമ്മ വസന്തകുമാരിയും. മകളുടെ മരണത്തിൽ ഇപ്പോഴും നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ഈ അച്ഛനും അമ്മയും. ഒരു വർഷത്തെ തീരാവേദന ഈ കണ്ണുനീരിലുണ്ട്. അത് ഈ ജന്മം തോരില്ലെന്ന് ഈ അച്ഛൻ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരാത്ത
വിശപ്പില്ലാത്ത, മാനസികമായിട്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷമല്ല, അത് ആയുസ് മുഴുവനും അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായ ഒരു പോംവഴിയും നമ്മളോട് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമുക്കത് മറക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. മറ്റാർക്കും വിശ്വസിക്കാനാകാത്ത അനുഭവത്തിലൂടെയാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും യാത്ര. വന്ദനമോൾ എപ്പോഴും കൂടെയുണ്ട്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ആയുസ്സുള്ള കാലത്തോളം പൊന്നുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഈ മനുഷ്യൻ പറയുന്നു. നീതി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിക്കുകയും നീതി ലഭിക്കുകയും അല്പം ദിവസം താമസിച്ചാൽ ലഭിക്കുകയും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആയുസ്സും ആരോഗ്യമുള്ളത്തോളം കാലം ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് ഞങ്ങൾ അതിനുള്ള പ്രതിവിധിയായിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തും. എന്തൊക്കെ നിഗൂഢതകളൊക്കെ ഉണ്ടോ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഡോക്ടർ വന്ദനയുടെ സ്വപ്നം പോലെ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകാനുള്ള ഒരു കേന്ദ്രം ഒരുക്കുന്ന തിരക്കിലാണ് അച്ഛനും അമ്മയും. തൃക്കുന്നപ്പുഴയിലെ കടലോരത്ത് വസന്തകുമാരിയുടെ സ്ഥലത്ത് ഡോക്ടർമാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ വൈകാതെ ഈ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകും. നീതി കിട്ടിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് പട്ടാളമുക്കിലെ ഈ വീട്ടിനുള്ളിൽ കഴിഞ്ഞ ഒരു വർഷമായി നീറിക്കഴിയുന്നത്. സംസ്ഥാന സർക്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഒരു വാക്കുകൊണ്ട് പോലും ഈ അച്ഛനെയും അമ്മയെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വന്ദനയുടെ മരണം, വന്ദന ഇല്ലാതായത് ആ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും ദുഃഖമാണ്, നഷ്ടമാണ്. ഇപ്പോഴും കേരളം ഒന്നാകെ ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. വന്ദനാദാസ് കൊല്ലപ്പെട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴും സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും ഉള്ളത്. വന്ദനയുടെ ഓർമ്മ ദിനത്തിൽ മൗനജാഥയും പുഷ്പാർച്ചനയും പ്രാർത്ഥനയുമായി ജീവനക്കാർ ഒത്തുകൂടുകയാണ്. കഴിഞ്ഞ മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ നടുക്കം ഇപ്പോഴും ആശുപത്രി ജീവനക്കാർക്ക് വിട്ടുമാറിയിട്ടില്ല. ഇവിടെ സ്റ്റാഫ് കൗൺസിലിന്റെ നഗരസഭയുടെ കൂടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിവിടെ രാവിലെ 8:30 ഇവിടുന്ന് പരിപാടി ആരംഭിക്കും. ഇവിടുന്ന് 8:30 ഇവിടുത്തെ ജീവനക്കാരും നഴ്സിംഗ് സ്റ്റുഡൻറ്റിനോട് ഉൾപ്പെടുത്തി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം ട്രാഫിക്കിൻ്റെ അവിടെ വരെ ഒരു മൗന ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പാലിയേറ്റീവ് കെയർ പേഷ്യൻ്റായിട്ടുള്ളവർക്കൊരു സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ പരിപാടി. ഇത് അനുസ്മരണ യോഗം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോയിലൊരു പുഷ്പാർച്ചനയും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനയുണ്ട്. വന്ദനയുടെ സ്മരണാർത്ഥം പാലിയേറ്റീവ് രോഗികൾക്ക് ജീവനക്കാരുടെ വകയായി സൗജന്യ ഭക്ഷണ വിതരണം ഒരുക്കിയിട്ടുണ്ട്. തീരാ നോവായി മാറിയ ഡോക്ടർ വന്ദനാദാസിന്റെ വിയോഗം ഒരിക്കലും നികത്താനാകാത്ത വിടവാണെന്നും സഹപ്രവർത്തകർ പറയുന്നു. ജയിലിൽ കഴിയുന്ന കൊലക്കേസ് പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് ജീവനക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു ആരോഗ്യ പ്രവർത്തക, ഒരു ഡോക്ടർ സ്വന്തം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പോലും കഴിയാത്ത കാര്യമാണ്. എന്തായാലും പ്രതിക്ക് തക്കതായ പരമാവധി ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ നീതിക്കായി പോരാടുകയാണ് വന്ദനയുടെ അച്ഛനും അമ്മയും. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം, അതും സമാനമായ രീതിയിൽ എന്ന് പറയുമ്പോൾ വിഷയം ഇതല്ല, പ്രണയപ്പകയാണ്. കാരണം പ്രണയപ്പകയിൽ പൊലിഞ്ഞ ഒരുപാട് ജീവനുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അത് ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരുന്നു. ഇടയ്ക്കിടെ നമ്മളെ അത്തരത്തിലുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നു എന്നുള്ള ഒരു വാസ്തവം കൂടിയുണ്ട്. ഏതായാലും വിഷ്ണുപ്രിയയുടെ കൊലപാതകത്തിൽ
ഈ കേസിലെ വിധി ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2022 പ്രണയപ്പകയെ തുടർന്ന് മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പിടികൂടിയിരുന്നു. കേസിൽ ആകെ 73 സാക്ഷികളാണ് ഉള്ളത്. പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച കേസിൽ പ്രതികളായ 7 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രാഥമിക കുറ്റപത്രം നൽകിയതായി CBI ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പ് പ്രതികളുടെ അഭിഭാഷകർക്ക് നൽകാൻ CBIക്ക് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. മലപ്പുറം തേഞ്ഞിപ്പാലം പോക്സോ കേസിൽ അപ്പീൽ ആവശ്യവുമായി കുടുംബം. പ്രതികളെ വെറുതെ വിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് ആരോപണം. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്നെ പിന്നെ അതിന് വേണ്ട എല്ലാ ഇതും ഒരുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെ നീതി കിട്ടാനാ? കുട്ടീനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ എന്തൊക്കെ കൊടുത്തുങ്ങാണ്ടാക്കിയിട്ടൊക്കെ ആണ് എൻ്റെ മോള് എന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നുണ്ടായിന്. പിന്നെ മോള് ഫഹ്മലിനോടാണ് കല്യാണം ഉറപ്പിച്ചതിന്. ഫഹ്മലിനോടാണ് എൻ്റെ മോൾ എല്ലാ കഥകളും തുറന്ന് പറയുന്നത്. തുറന്ന് പറയുമ്പോഴത്തേനും നേരം വൈകി ഫഹ്മൽ അതെന്താക്കി അത് എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഈ 2021 അപ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. എൻ്റെ മോൾ അതുവരെ മറ്റൊരു ഭീഷണിപ്പെടുത്തിയ കാരണം കൊണ്ട് എന്നോട് പറഞ്ഞില്ല. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, മകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ്. ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്നുള്ള വിധി അത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു. എന്താണ് ഇനി മുന്നോട്ടുള്ള നിയമ പോരാട്ടം? അതെങ്ങനെ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് പദ്ധതി? ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇറങ്ങിയ പല വിധികളും ഇരകൾക്ക് പ്രതികൂലമായിരുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും വാളയാറിലെ കുട്ടികളുടെ കേസാണെങ്കിലും വണ്ടിപ്പെരിയാർ കേസാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കാത്ത രീതിയിലുള്ള ഒരു വിധിയായിരുന്നു എത്തിയത്. എന്തായാലും ഇതുപോലെ തന്നെയുള്ള വിധിയാണ് ഇത്തവണ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നിന്നും എത്തിയിരിക്കുന്നത്, തേഞ്ഞിപ്പലം കേസിൽ എത്തിയിരിക്കുന്നതെന്നും കുടുംബം പറയുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന ആരോപണമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കേസിൽ CA അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കുടുംബം പറഞ്ഞിരുന്നു. കാരണം യൂണിഫോം അണിഞ്ഞാണ് അന്നത്തെ ആ CI അലവി എന്ന ആൾ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ എത്തിയത്. ഒപ്പം ഈ നാട്ടുകാരുടെ പെൺകുട്ടിയെയും കുടുംബത്തെയും കുറിച്ച് മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആ കുട്ടിയെ 2021 ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്നാൽ ഈ ഘടകങ്ങളൊന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കുടുംബം കുറ്റം പറയുന്നത്. ഈ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പ്രതികളെ സഹായിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടായത്. നേരത്തെ ACP കോഴിക്കോട് ACP നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ചില വീഴ്ചകൾ അന്വേഷണ സംഘത്തിൽ ഉള്ളതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കാര്യത്തിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷം പ്രോസിക്യൂഷൻ ഈ ഇരയുടെ കുടുംബവുമായി യാതൊരു തരത്തിലുള്ള ആശയവിനിമയങ്ങളും നടത്തിയിട്ടില്ല. പല സംശയങ്ങളും ദൂരീകരിക്കുന്നതിനായി കുടുംബം ഈ പ്രോസിക്യൂഷനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും ഫോൺ പോലും എടുക്കാറില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ വിധി ഉണ്ടായ ശേഷവും പ്രോസിക്യൂഷനെ ബന്ധപ്പെടാൻ കുടുംബം ശ്രമം നടത്തിയെങ്കിലും നടന്നിട്ടില്ല. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അപ്പീൽ നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ അമ്മയുടെ വാക്കുകളിൽ കാര്യമായ തെളിവില്ല എന്നൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അമ്മയും ഈ മകളും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ് ജീവിച്ചിരുന്നത്. ഈ പീഡനം നടന്ന് ഇത്ര താമസമുണ്ടായിട്ടും എന്തുകൊണ്ട് അമ്മയോട് ഇക്കാര്യം കുട്ടി പറഞ്ഞില്ല എന്നതും അമ്മയോട് പറഞ്ഞില്ല എന്നത് വിശ്വാസയോഗ്യമല്ല എന്നും കോടതി കുറ്റപ്പെടുത്തുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. കൃത്യമായ നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകണം. സർക്കാർ അടിയന്തരമായി ഈ ഇരയ്ക്ക് നീതി കിട്ടാനായി ഇടപെടണം എന്നാണ് അമ്മയടക്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പ്രോസിക്യൂഷനപ്പുറം മറ്റ് നിയമസാധ്യതകളും ഈ കുടുംബം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്.
തീർച്ചയായും അതാണ് സാഹചര്യം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ് തുടരുക. ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അനീഷിനോട് ചോദിക്കേണ്ടതുണ്ട്. അരളിപ്പൂവ് നിരോധിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇന്നിറങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടിക്ക് തൊട്ടുപിറകെയാണ് അരളിക്ക് മലബാർ ദേവസ്വം ബോർഡ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് അരളിപ്പൂവ് ഭക്തരുടെ കൈകളിൽ എത്താതിരിക്കാനാണ് നടപടിയെന്ന് ദേവസ്വം പ്രസിഡന്റ് MR മുരളി പറഞ്ഞു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, എന്തായാലും അരളിപ്പൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഈ പൂജയ്ക്കെടുക്കില്ല എന്നുള്ള ഒരു തരത്തിലാണ് ആദ്യം വന്ന തീരുമാനമായി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നത് എങ്കിൽ പോലും ഈ പ്രസാദമായി ഭക്തരുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത് തടയുക, അതാണ് പ്രാമുഖ്യമായും ലക്ഷ്യം വെക്കുന്നത് അല്ലേ? പക്ഷെ പൂജയ്ക്ക് വേണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാം, പക്ഷെ പ്രസാദങ്ങളിൽ ഇത് ഇട്ട് ഭക്തർക്ക് നൽകാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അല്ലേ? തീർച്ചയായും. കാരണം അരളിപ്പൂവിനെ കുറിച്ചുള്ള ഗുരുതരമായ ചർച്ചകൾ അല്ലെങ്കിൽ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിലയിരുത്തൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡും ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂജയ്ക്കെടുക്കുന്നതിൽ കാര്യമായ തടസ്സമില്ല. കാരണം ഈ പൂജാരികൾ അല്ലെങ്കിൽ അത്തരം ശാന്തിമാർ ഈ പുഷ്പങ്ങൾ ശ്രീകോവിലിൽ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ ദേവനിൽ അർപ്പിക്കുമ്പോൾ, ദേവിയിൽ അർപ്പിക്കുമ്പോൾ അത് നേരിട്ട് ആളുകളുമായി ഇടപഴകുന്നില്ല. കൈകൊണ്ട് എടുത്താൽ മാത്രം ഈ അരളിപ്പൂ അപകടകരമായി മാറുന്നില്ല എന്നാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നിവേദ്യത്തിലും പ്രസാദത്തിലുമൊക്കെ ഈ അരളിപ്പൂ ഉപയോഗിക്കുമ്പോൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആളുകളുമായി നേരിട്ട് ഇടപഴകുന്ന, അല്ലെങ്കിൽ ഈ നിവേദ്യം കഴിക്കുക അല്ലെങ്കിൽ പ്രസാദത്തിൻ്റെ ഒരു ഭാഗം കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അരളിപ്പൂവിൻ്റെ വിഷാംശം ഒരുപക്ഷെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു പോകുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, ഈ പ്രസാദം നിവേദ്യമൊക്കെ നൽകിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പലപ്പോഴും ഇത്തരം പൂക്കളിട്ടാണ് പ്രസാദം ഭക്തർക്ക് നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാവില്ല. പൂജയ്ക്കെടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കാണിച്ചുള്ള വിശദമായ സർക്കുലർ ഇന്ന് തന്നെ ഇറങ്ങും എന്നാണ് മലബാർ ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഉള്ള ദിവസങ്ങളിൽ അരളിപ്പൂവ് പൂജയ്ക്കായി മാത്രം ഉപയോഗിക്കും. നിവേദ്യത്തിലും പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്ന നടപടിക്രമം ഇല്ലാതാവും. എന്തായാലും ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ യുവതിയുടെ മരണത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ചർച്ചകൾ സമൂഹത്തിലുണ്ടായത്. ആ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഒരു പശുക്കിടാവും ഇത്തരത്തിൽ അരളി പൂവ് കഴിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് കിടാവ് മരിക്കുകയും പിന്നീട് നടത്തുന്ന പരിശോധനയിൽ ഈ അരളിപ്പൂ കഴിച്ചതിനെ തുടർന്നാണ് മരണം ഉണ്ടായതെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വളരെ വിപുലമായ പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിലൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡുകൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അരളിപ്പൂവ് നിരോധിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായ ഉത്തരവ് ഇന്ന് ഇറക്കുമെന്നുള്ളതാണ് വാർത്ത. എന്തായാലും ക്ഷേത്രങ്ങളിലെ ഒരു പൂജയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൂവായിരുന്നു അരളിപ്പൂവ്. എന്തായാലും അത് ഔദ്യോഗികമായി വിലക്കുക എന്നുള്ളതല്ല, പ്രസാദത്തിൽ അടക്കം നൽകി ഭക്തരുടെ കൈകളിലേക്ക് എത്തുന്നത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. പകരം ഇത്തരത്തിൽ പ്രസാദത്തിലും നിവേദ്യത്തിലുമൊക്കെ പിച്ചിയും തുളസിയും ഒക്കെ ഉപയോഗിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ദിബാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പറയുക. അതിനിടെ കെജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ED ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കും. ഇടക്കാല ജാമ്യത്തിൽ വിധി വരുന്ന സാഹചര്യത്തിലാണ് EDയുടെ നീക്കം. ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയ കേസിൽ EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഹർജി നൽകിയത്. മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER, കഴിഞ്ഞ ദിവസം ഈ ഹർജിയിന്മേലുള്ള വാദം നടക്കുമ്പോൾ കെജ്രിവാളിന് ജാമ്യം നൽകേണ്ട എന്നുള്ള ശക്തമായ വാദം EDയും കേന്ദ്ര സർക്കാരും ഉന്നയിച്ചതാണ്. പക്ഷേ കോടതി ഈ വാദത്തിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലഘട്ടത്ത് അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം അനുവദിക്കും, ജാമ്യം ലഭിക്കാനുള്ളൊരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണോ?
ആര്യ, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണിന്ന്. കാരണം ഈ മാസം 25-നാണ് ഡൽഹി വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പ്രചാരണത്തിൽ കെജ്രിവാളിന് സജീവമാകാൻ സാധിക്കും. ഏതായാലും ഇന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ED കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. കാരണം ഗുരുതരമായ ഒരു കേസിൽ, അഴിമതി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കും തുടങ്ങിയ വാദങ്ങൾ ED മുന്നോട്ട് വെച്ചു. ജാമ്യ ഹർജി പരിഗണിക്കരുതെന്ന നിലപാടും ED മുന്നോട്ട് വെച്ചിരുന്നു. മാത്രവുമല്ല ഒരു ഹർജിയും കഴിഞ്ഞ ദിവസം ED സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് മൗലികാവകാശമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതെന്ന് ED ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കുകയാണ് ED. കാരണം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ EDയോട് ചില ചോദ്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ EDയോട് കോടതി ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊരു മൗലികാവകാശമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ED ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ കോടതി നിലപാട് ഏറെ നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ കേസ് നൽകിയപ്പോൾ ഇടക്കാല ജാമ്യം നൽകുന്ന തരത്തിലുള്ള സൂചനകൾ, അത്തരമൊരു പരാമർശങ്ങളൊക്കെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് ഇക്കാര്യത്തിലുള്ള തീരുമാനം പറയാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കോടതി ഏതായാലും ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് കേജ്രിവാളിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും നിർണായകമാണ്. പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നപ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രചാരണത്തിൽ സജീവമാകാൻ സാധിക്കും. ഏതായാലും രാവിലെ ഇക്കാര്യത്തിലൊരു തീരുമാനം പക്ഷേ അതേസമയം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ പദവിയിലെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതും കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, അല്ലേ? അതേസമയമാണ് ഈ കെജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ED വിചാരണ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലേ? കഴിഞ്ഞ തവണ അത്തരമൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് ഈ തെരഞ്ഞെടുപ്പ് കാലം അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം, അല്ലെങ്കിൽ കോടതി ഒരു പരാമർശം പോലും നടത്തിയിട്ടുള്ളത്. ഏതായാലും ED അതിനെ എതിർത്തത് കെജ്രിവാൾ വ്യക്തിപരമായി ആ ചുമതലയിൽ ഇരിക്കുന്നതെന്നാണ്. കാരണം നേരത്തെ തന്നെ ഡൽഹി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ ഈ വിഷയത്തിലൊരു തർക്കമൊക്കെ നടന്നതാണ്. കാരണം അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടും കെജ്രിവാൾ ഈ പദവി ഒഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുകയും ഇപ്പോൾ അറസ്റ്റ് നടന്ന് മാർച്ച് മാസത്തിലുണ്ടായ അറസ്റ്റാണ് 2 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും കെജ്രിവാൾ ഈ പദവി ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെ പോലും ED ഒരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. അതായത് വ്യക്തിപരമായി അധികാരത്തിൽ ഇരിക്കുന്നതാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കാരണം കെജ്രിവാളിൻ്റെ അഭിഭാഷകനായ അഭിഷേക് സിംഗ്വി ED ഇക്കാര്യത്തിൽ ഭരണ നിർവഹണത്തെ അനുവദിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു ഏതായാലും EDയുടെ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും പുറത്തിറങ്ങിയാലും ഇത്തരം കാര്യങ്ങൾ ചുമതല വഹിക്കാൻ കഴിയില്ലെന്ന പരാമർശം കഴിഞ്ഞ ദിവസം തന്നെ കോടതി നൽകിയതാണ്. അപ്പോൾ ഇന്ന് ഉത്തരവുണ്ടാവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കോടതി അതിൽ ചൂണ്ടിക്കാണിക്കും, പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കോടതി ജാമ്യം അനുവദിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ആര്യ, തീർച്ചയായും രാകേഷാണ് വിവരങ്ങൾ നൽകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം നാളെ അവസാനിക്കും. 96 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 നടക്കും. 1710 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 10 സംസ്ഥാനങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര, യൂസഫ് പഠാൻ, കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടങ്ങിയവർ 4ാം ഘട്ടത്തിൽ ജനവിധി തേടുകയാണ്. രാകേഷ് തുടരുന്നുണ്ട്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ലയിലാണ് 10ാം ക്ലാസ് ഇപ്പോൾ റിസൾട്ട് വന്നതേയുള്ളൂ. SSLC റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചിട്ടുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കൂടുതൽ A+കളുള്ള ജില്ല മലപ്പുറമാണ്. അതോടൊപ്പം തന്നെ
+2 റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതിലും ഏറ്റവും കൂടുതൽ A+ഉള്ള ജില്ല മലപ്പുറമാണ്. അത്തരത്തിൽ മികവിന്റെ ഒരു കേന്ദ്രമായി മലപ്പുറം ജില്ല മാറുമ്പോൾ പക്ഷേ സർക്കാർ ഈ അധിക സീറ്റ് അനുവദിച്ചിട്ടും മലപ്പുറത്തെ +1ന്റെ സീറ്റ് ലഭിക്കുമോ എന്നുള്ള ആശങ്ക അത് ശക്തമായി നിൽക്കുകയാണ്. VHSC ഒഴിച്ചു നിർത്തിയാലും നിലവിലെ സാഹചര്യത്തിൽ ഏറെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഇഷ്ടവിഷയത്തിന് സീറ്റ് ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് കണക്കുകൾ പറയുന്നത്. സർക്കാർ ഇടപെടൽ വീണ്ടും അനിവാര്യമാണ് ഈ മേഖലയിൽ. ഇക്കുറി SSLC ഫലം വന്നപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് മികച്ച നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 79,901 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 79,730 പേർക്കും തുടർ പഠനത്തിന് അർഹത ലഭിച്ചു. അതിൽ തന്നെ 11,974 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള +1 സീറ്റ് ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ്. 10,650 അധിക സീറ്റുകൾ ഉൾപ്പെടെ ജില്ലയിൽ ഇപ്പോഴുള്ളത് 52,600 സീറ്റുകളാണ് ആകെ. ഈ ഒരു കണക്ക് നോക്കുമ്പോൾ തന്നെ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഒരു സാഹചര്യം. അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകൾ നോക്കിയാൽ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റുകളില്ല. അൺഎയ്ഡഡ് മേഖലയിൽ 11,300 സീറ്റുകളാണ് ആകെയുള്ളത്. അത് പണമടച്ച് പഠിക്കേണ്ടതാണ്. ഈ സീറ്റുകൾ എല്ലാം തന്നെ കൂട്ടിയാലും 15,830 കുട്ടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറത്ത് +1ന് സീറ്റില്ലാത്ത സാഹചര്യമാണുള്ളത്. വലിയ ആശങ്കയാണ് ഇത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നൽകുന്നത്. മലബാർ മേഖലയിലോട് ഗവൺമെന്റ് കാണിക്കുന്ന ചിറ്റമ്മ നയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സത്യത്തിൽ കെടുകാര്യസ്ഥതയുടെ ഒരു മൂർത്തിമർ ഭാവമാണ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ ഒരുപാട് സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 10, 15, 20 കുട്ടികളുള്ള ക്ലാസ് റൂമുകളുണ്ട്. എന്നാൽ അതേസമയം ഇന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ഗേൾസ് ഹൈസ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയ 2 അഡീഷണൽ ബാച്ചിന് ക്ലാസ് റൂം ഉണ്ടാക്കാൻ ഞങ്ങൾ പെടാപ്പാട് പെടുകയാണ്. കാരണം 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലുള്ളത്. 65 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം പല പഠനങ്ങളും പ്രത്യേകിച്ച് പറയുന്നത് 50 കുട്ടികൾ കൂടുതൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം വല്ലാണ്ട് ബാധിക്കുന്നില്ല. പഠന റിപ്പോർട്ടുകൾ എത്രയോ ഗവൺമെന്റ് മുമ്പിലുണ്ട്. ഗവൺമെന്റ് അധ്യാപകരാണ്, ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളമാണ്. ആ അധ്യാപകരെ ഇങ്ങോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ആ സ്കൂളുകളിലുള്ള കൂടുതൽ ക്ലാസ്സുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്കൂളുകളും മലബാർ ഏരിയയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അത് വലിയ വിഷമമാണ്, വലിയ സങ്കടകരമാണ്. അതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്കും ആശങ്കയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം +1ന് ലഭിക്കുമോ എന്നുള്ളത്. പലരും അത് പങ്കുവെക്കുകയും ചെയ്തു. ഞങ്ങളെ സ്കൂളിൽ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് 92 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. എല്ലാവർക്കും അറിയാം +1ന് സീറ്റ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്കൂള്, അതുപോലെ ഇഷ്ടപ്പെടുന്ന സ്കൂളായാലും സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ പഠിക്കാൻ കിട്ടുമെന്ന് എല്ലാവർക്കും ഭയങ്കര ആശങ്ക ഉണ്ട്. എന്താണെങ്കിലും മലപ്പുറത്തെ ഈ വിജയത്തിൽ മലപ്പുറത്തെ അഭിനന്ദിക്കുന്നവർ മലപ്പുറത്തെ കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം കൂടി നൽകണമെന്നാണ് പരക്കെ ഉയരുന്ന ആവശ്യം. ബാച്ചുകൾ അധികം അനുവദിക്കുകയും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം അത് 65-ലും 50-ലേക്കും 40-ലേക്കും ഒക്കെ കുറയ്ക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. വിജയശതമാനം കൂടുമ്പോൾ അതിന് തക്ക രീതിയിൽ +1 സീറ്റിന്റെ എണ്ണവും ബാച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരക്കെ ഉയരുന്നുണ്ട്. ഏറെ വൈകാതെ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവും തുടങ്ങാനിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇന്ത്യക്കകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി അബ്ദുൾ റോഷൻ റിമാൻഡിൽ. കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് അബ്ദുൾ റോഷൻ അറസ്റ്റിലായത്. 40,000 സിം കാർഡുകൾ, 150 മൊബൈൽ ഫോണുകൾ, ബയോമെട്രിക് സ്കാനറുകൾ എന്നിവയും ഇയാളിൽ നിന്ന് കണ്ടെത്തി. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം 214/2024 ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിന്റെ ഷെയർ മാർക്കറ്റിന്റെ സൈറ്റിന്റെ ലിങ്ക് കണ്ടു. അതിൽ അദ്ദേഹം കയറി 2-3 ആഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു. 1,08,00,000 രൂപ നിക്ഷേപിക്കുകയായിരുന്നു. കൃത്യമായി ചതിക്കപ്പെട്ടു. കേസ് അന്വേഷണം നടത്തി അതിലൊരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര്. ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ
ഉണ്ടായിരുന്നത്. മടിക്കേരിയിൽ വെച്ചിട്ട് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. 40,000-ൽ പരം സിമ്മുകളുണ്ട്, 150-ൽ പരം മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മെയ്ഡ് മൊബൈൽ ഫോൺസാണ്. IMEI ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ്. 6 ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട്. CV അനുമോദ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, നമ്മൾക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ തട്ടിപ്പുകളുടെ വാർത്ത വരുമ്പോൾ ഇവരെ ഏതൊക്കെ തരത്തിലാണ് ആളുകളെ തട്ടിച്ച് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ അറസ്റ്റിലായി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമ്പോൾ നമ്മൾ ഞെട്ടലോടെയാണത് കേൾക്കുന്നത്. സാധാരണക്കാരെന്നല്ല, ഇപ്പോൾ വിദ്യാഭ്യാസപരമായും ജോലിപരമായും ഒക്കെ ഉന്നതിയിലുള്ള ആളുകൾ പോലും ഈ തട്ടിപ്പിന് ദിവസവും വിധേയരാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് പിടിയിലായിട്ടുള്ളത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ 2 തരത്തിലാണ് ഈ തട്ടിപ്പ്. ഒന്ന്, ഇയാൾ നേരിട്ട് അല്ലെങ്കിൽ ഇയാൾ ഉൾപ്പെടുന്ന സംഘം നേരിട്ട് 1,08,00,000 രൂപ ഒരാളിൽ നിന്ന് തട്ടിയെടുത്തു. അതിന് അയാൾ ഉപയോഗിച്ച രീതി ബാക്കിയുള്ളവരെല്ലാം തട്ടിപ്പ് നടത്തി അവരുടെ പറ്റിച്ചുകൊണ്ട് അവരുടെ പേരിൽ സിം കാർഡുകൾ ശേഖരിച്ചാണ്. ഇതിൻ്റെ ഒരു കേസിൻ്റെ ഒരു സ്വഭാവം നാൾ വഴി ഇങ്ങനെയാണ്. വേങ്ങര സ്വദേശിക്ക് വ്യാജ ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് അത്തരത്തിലുള്ളൊരു വ്യാജ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് 1,08,00,000 രൂപ ഈ സംഘം തട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ പറഞ്ഞ ലാഭവിഹിതം കിട്ടാതെയായപ്പോൾ ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ അബ്ദുൾ റോഷനിലേക്ക് ഇവരുടെ അന്വേഷണം ചെന്നെത്തുന്നത്. സൈബർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. അങ്ങനെ കർണാടകയിലെ മടിക്കേരിയിൽ നിന്നും ഇയാളെ അന്വേഷിച്ച് സംഘം പിടികൂടുമ്പോൾ 40,000 സിം കാർഡുകളും 180 മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇയാൾക്ക് ഒരു മൊബൈൽ കമ്പനിയുടെ വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ട ആളാണ്. അങ്ങനെ ഇയാൾ വ്യാജമായിട്ട് മറ്റൊരു യുവതിയുടെ പേരിലെടുത്ത സിം കാർഡ് വഴിയാണ് ഈ വേങ്ങര സ്വദേശിയെ പറ്റിച്ചത്. ഇതുപോലെ തന്നെ ഇയാൾ ഇത്തരത്തിൽ സിം കാർഡുകൾ നൽകുന്ന മറ്റ് ഏജൻസികളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഒരാൾ ഒരു സിം കാർഡ് എടുക്കാൻ വരുമ്പോൾ അയാളിൽ നിന്നും ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ 3 തവണ അത്തരം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് 3 സിം കാർഡുകൾ ഈ വിതരണക്കാർ എടുക്കുന്നു. അതിലൊന്ന് മാത്രമാണ് ഈ യഥാർത്ഥ ആൾക്ക് നൽകുന്നത്. ബാക്കി 2 തട്ടിപ്പുകാർക്ക് നൽകും. ഒരു സിം കാർഡിന് 50 രൂപ വെച്ച് ഈ റോഷൻ ഉൾപ്പെടുന്ന സംഘം ഇവർക്ക് ഇതുമായി സഹകരിക്കുന്നവർക്ക് നൽകുന്നു. അത്തരത്തിൽ ശേഖരിക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇത് വിവിധ 180 മൊബൈൽ ഫോണിൽ വിവിധ IMEI നമ്പറുകളിൽ ഇട്ട് ഓൺലൈൻ തട്ടിപ്പുകളും മറ്റും നടത്തുവാനാണ് ഇവർ ഉപയോഗിച്ചത്. ഇതുപയോഗിച്ചാണ് ഇവർ തട്ടിപ്പെല്ലാം നടത്തിയിരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു കേസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് വേങ്ങര സ്വദേശി നൽകിയ പരാതി. ഇനി ഈ സിം കാർഡുകൾ ഉപയോഗിച്ച് ഇവർ വേറെ എന്തെല്ലാം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം തുടങ്ങേണ്ടതുണ്ട്. എന്താണെങ്കിലും വലിയ ഒരു തട്ടിപ്പ് ശൃംഖലയുടെ മുഖ്യ കണ്ണിയെയാണ് മലപ്പുറം SPയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ തട്ടിപ്പുകളിൽ അത് ഒരു വലിയ ഒരു അന്വേഷണത്തിന്റെ തുടക്കം തന്നെയായിരിക്കും ഇത് എന്ന് പറയേണ്ടി വരും. എന്ന് പറയുന്നതിൽ തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. അതായത് ആ സംഘത്തിലെ കൂടുതൽ ആളുകളെയും ഇതിന്റെ ഉറവിടമടക്കം നശിപ്പിക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ഈ പ്രതിയെ പിടികൂടിയതോടുകൂടി എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഇയാളാണ് ഈ എല്ലാ തട്ടിപ്പുകൾക്കും ഇടനിലക്കാരനായി നിൽക്കുന്നത്. കാരണം ഈ ഇന്റർനെറ്റിലൂടെ വ്യാജ സന്ദേശങ്ങൾ നയിച്ചും അതേപോലെ വ്യാജ മറ്റു കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഇയാളുടെ കൈവശമുള്ള മൊബൈലുകൾ വഴിയും സിം കാർഡുകൾ വഴിയുമാണ്. അതേപോലെ ഫിംഗർ സ്കാനറുകൾ വഴിയെല്ലാമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു കോർഡിനേഷൻ ഇയാളാണ് നടത്തുന്നത്. ഇയാൾക്ക് ഒപ്പം നിന്നിരുന്ന ഇയാൾക്ക് സിം കാർഡ് നൽകിയവരുണ്ടാകാം, ഇതുപോലെ തന്നെ മറ്റു രീതിയിൽ ഇയാൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയവരുണ്ടാകാം. അതൊക്കെ അവരിലേക്കൊക്കെ എത്താൻ കുറെ കൂടി സമയമെടുക്കും. കാരണം നമുക്കറിയാം ഇന്റർനെറ്റിലെ ഈ ചതിക്കുഴികളും തട്ടിപ്പുകളും ഒക്കെ കാണാമറിയത്താണ് എപ്പോഴും സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും ആകില്ല, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് മിക്കവാറും ഇതിൻ്റെ എല്ലാം തന്നെ തട്ടിപ്പ് നടക്കുന്നത്. അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അവരെ പിടികൂടാൻ കഴിയുന്ന സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇത്തരം സൈബർ നിയമങ്ങൾ ഇല്ലാത്തതിനാൽ അവിടെ നിന്നും കുറ്റവാളികളോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉപഭോക്താക്കളുടെ പറ്റിച്ചുകൊണ്ട് അവരുടെ പേരിൽ നിരവധി സിം കാർഡുകൾ ശേഖരിച്ച് അത് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ ഒരു സിം കാർഡ് എടുക്കാൻ ചെന്നാൽ അയാളിൽ നിന്ന് ശേഖരിക്കുന്ന ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് ഒന്നിലധികം സിം കാർഡുകൾ ഇവർ എടുക്കുന്നു. അതായത് ഒരു തവണ
ഒരു തവണയിൽ കൂടുതൽ 3 തവണയൊക്കെ ഈ ബയോമെട്രിക് രേഖപ്പെടുത്തൽ വിവരം നടത്തുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തുന്ന ഈ ബയോമെട്രിക് വിവരങ്ങൾ ഉപയോഗിച്ച് ഒന്നിലധികം സിം കാർഡ് എടുത്ത് ആ സിം കാർഡുകൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റൊരു കൂട്ടരുണ്ട്. അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സിം കാർഡുകൾ ഇയാൾക്ക് നൽകുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം. കാരണം നമ്മളൊക്കെ വിശ്വസിച്ച് നൽകുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഈ റോഷന്റെ അറസ്റ്റിലൂടെ നമുക്ക് മുമ്പിൽ വ്യക്തമായിരിക്കുന്നത്. എന്താണെങ്കിലും മലപ്പുറം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ അറസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുഖ്യ കണ്ണിയാണ് റോഷൻ. ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്യ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നിതാന്തമായ ജാഗ്രത ഈ വിഷയത്തിൽ വേണമെന്നുള്ളതാണ്. ഏത് നിമിഷവും നമ്മളെ എല്ലാവരെയും തട്ടിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന ഒരു വലിയ സംഘം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ദിവസേന എത്രത്തോളം വാർത്തകളാണ് ഈ തരത്തിൽ വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ അത്തരത്തിലുള്ള ഒരു ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യലിലൂടെയൊക്കെ മനസ്സിലാക്കി എന്തായാലും കൂടുതൽ പേർ ഈ ഒരു കേസിൽ അറസ്റ്റിലാവും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അതിരാവിലെ നമ്മളെ തേടിയെത്തിയ ആ ദുഃഖകരമായ വാർത്ത. തൃശൂർ കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15-ലധികം പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർമാരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ടിപ്പർ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ശക്തമായ മഴയെ തുടർന്ന് KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക്. ഈ മാസം 15-ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും. സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോപണം. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഈ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അവരുടെ പരാതി ഈ സമിതിയുടെ ശുപാർശകൾക്കെതിരെ ഏത് തരത്തിലാണ് ഉയർന്നു വരുന്നത്? വിശദാംശങ്ങൾ. അരിക്കൊമ്പനെ കാടുമാറ്റിയതിനു ശേഷമാണ് ചിറ്റക്കര മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്താൻ വേണ്ടി വിദഗ്ധ സമിതി നിയോഗിച്ചത്. ഈ സമിതി കഴിഞ്ഞ ദിവസം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത് അരിക്കൊമ്പനെ ഒപ്പം ഇവിടെ മേഖലയിൽ മതികെട്ടാൽ ചോലയിലെ കാട്ടാനകളെ മാറ്റുന്നത് കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ചാണ്. ഇത് തടയുന്നതിനായി പ്രത്യേകമായി ഇടനാഴി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഇപ്രകാരം 80 ഏക്കർ 301 കോളനികളിലെ ജനജീവിതം പൂർണ്ണമായി ഇവിടുന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മതികെട്ടാൽ ചോല മുതൽ പഴയ ദേവികുളം വരെയുള്ള ഇത്തരത്തിലൊരു ഇടനാഴി സ്ഥാപിക്കുന്നത്. ഒപ്പം ഈ മേഖലയിലുള്ള റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി അടക്കം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും നിർത്തലാക്കുകയോ ചെയ്യണം എന്ന് ഈ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. ഏകദേശം 180ഓളം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്നത്. അതുതന്നെ ഈ പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ തോതിൽ ടൂറിസത്തെ ഇവിടെ ബാധിക്കും. പ്രധാനമായും ഈ മേഖലയിൽ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കൊളുക്കുമല മേഖലയിലേക്ക് കാട്ടാനകളുടെ സാന്നിധ്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല, കൊളുക്കുമല പ്രദേശത്തേക്ക് കാട്ടാനകൾ എത്താറില്ല, അങ്ങനെയുള്ളൊരു ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായ പഠനം ഈ പ്രദേശത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിലെ പ്രധാന പാതകൾ ഒഴികെയുള്ള പാതകളിൽ രാത്രിയാത്രകൾ അവസാനിപ്പിക്കണമെന്നും വിനോദസഞ്ചാരികളടക്കം 7 മണിക്കുള്ളിൽ മുറികളിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും ഒക്കെ ശുപാർശകൾ ഉണ്ട്. ഇത് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇടവരുത്തുന്നു. മേഖലയിലെ ടൂറിസം അപ്പാടെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെതിരെയാണ് പ്രദേശവാസികൾ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിന് ഒരുക്കുന്നത്. 15-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടത്തുകയും തുടർ സമരങ്ങൾ ആലോചിക്കുകയും ചെയ്യും. എന്തായാലും ഈ മേഖലയിലെ കാട്ടാന ശല്യം ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വനമേഖലയിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ശുപാർശകൾ അത് എത്തരത്തിൽ വർദ്ധിപ്പിക്കാമെന്നും സംബന്ധിച്ച ശുപാർശകൾ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. ആര്യ. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത
അത്തനേഷ്യസ് യോഹാന്റെ ഖബറടക്കം തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് തന്നെ നടത്തും. 8 മുതൽ 10 ദിവസത്തിനുള്ളിലാകും ചടങ്ങ്. ഭൗതികദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന തീയതി ഇന്നറിയാം. പുതിയ മെത്രാപ്പൊലീത്തയെ തിരഞ്ഞെടുക്കും വരെ താൽക്കാലിക ഭരണ ചുമതല 9 അംഗ ബിഷപ്പ് കൌൺസിലിനാണ്. സാമുവേൽ മോർ തിയോഫിലിയോസ് എപ്പിസ്കോപ്പ ഇതിന് നേതൃത്വം വഹിക്കും. ഗുസ്തി ഫെഡറേഷൻ മുൻ മേധാവി ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗിക അതിക്രമണ കേസിൽ കുറ്റം ചുമത്തുന്നതിൽ ഇന്ന് ഉത്തരവിറങ്ങും. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ പരാതിയിൽ ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതിയാണ് തീരുമാനമെടുക്കുക. കഴിഞ്ഞ വർഷം ജൂണിലാണ് ബ്രിജ് ഭൂഷണെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചത്. ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ലൈംഗിക പീഡനം, ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊല്ലം മെഡിട്രേഡ് ആശുപത്രിയിൽ അമ്മ താരാട്ട് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ സിഇഒ രജിത് രാജൻ സ്വാഗതം പറഞ്ഞു. ഗൈനക് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻമാരായ ഡോക്ടർ റജീന, ഡോക്ടർ അപർണ രാജ്, പീഡിയാട്രിക് വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അലീന നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. അമ്മമാർ അവരുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവയ്ക്കുകയും കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. മീഡിയ ഹെഡ് റിയാസ് ബിൻ ഷറഫ് ആയിരുന്നു അവതാരകൻ. വരുന്ന 10 മാസത്തിനുള്ളിൽ 17 പദ്ധതികളുടെ സമയബന്ധിത നിർമ്മാണ പൂർത്തീകരണം പ്രഖ്യാപിച്ചു പ്രമുഖ ബിൽഡറായ അസറ്റ് ഹോംസ്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 17 പദ്ധതികൾ നിർമ്മാണം പൂർത്തിയാക്കി ഉടമകൾക്ക് കൈമാറുമെന്ന് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാർ വി അറിയിച്ചു. കൂടാതെ ഈ സാമ്പത്തിക വർഷം പുതുതായി 26 പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മൊത്തം 37.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണം വരുന്ന 3000 പാർപ്പിട യൂണിറ്റുകളാണ് നിർമ്മിക്കുക. കൂടാതെ തുടർച്ചയായി 4ാം വർഷവും അസറ്റ് ഹോംസ് നിലനിർത്തിയ ക്രിസിലിന്റെ അംഗീകാര പത്രം ചടങ്ങിൽ കൈമാറി. ക്രിസിൽ ബിസിനസ് ഹെഡ് ബിനൈസർ ജഹാനി, അസോസിയേറ്റ് ഡയറക്ടർ അബ്ബാസ് മാസ്റ്റർ എന്നിവർ ചേർന്ന് അസറ്റ് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാറിനാണ് അംഗീകാര പത്രം കൈമാറിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ കൊച്ചിയിൽ ബസ്സുകൾക്കിടയിൽ പെട്ട് 2 മരണം. ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇന്ന് രാവിലെയായിരുന്നു അപകടം. 6:30യോടുകൂടി വൈറ്റില ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ഇതിൽ രണ്ട് യുവാക്കളാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതിൽ ബൈക്ക് യാത്രക്കാരാണ്. ഇവിടെ ചക്കരപ്പറമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന KSRTC ഓർഡിനറി ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇതിന് പിറകിൽ നിന്ന് വരികയായിരുന്ന ഗരുഡ സ്കാനിയ ബസ് അത് മറികടന്നു പോകുമ്പോൾ ഈ രാവിലെ ഇതിനൊപ്പം തന്നെ ഈ ഓർഡിനറി ബസ്സിനൊപ്പം തന്നെ വശത്തുകൂടി പോവുകയായിരുന്ന ഇരുചക്ര വാഹനമുണ്ടായിരുന്നു. അതിനെ കൂടി മറികടന്നുകൊണ്ട് സ്കാനിയ ബസ് പോകാൻ ശ്രമിച്ചു. അതിനിടയിൽ പെട്ടെന്ന് ബ്രേക്ക് അമർത്തിയ, പക്ഷെ അവർക്കത് നിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ 2 ബസ്സുകൾക്കിടയിലുമാണ് ഈ ബൈക്ക് പെട്ടത്. ബൈക്ക് നിശേഷം പൂർണ്ണമായിട്ട് തന്നെ ഈ സ്കാനിയ ബസ്സിന് അടിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ബസ്സിന്റെ മുൻഭാഗവും ഈ ഇടിയുടെ ഒരു ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. 2 ബൈക്ക് യാത്രികരായ 2 പേരും തൽക്ഷണം മരിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി സ്വദേശികളാണ് എന്നതാണ് ഇവരെ കുറിച്ച് ലഭ്യമാവുന്ന വിവരം. പൂർണ്ണമായ മേൽവിലാസം ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ തുടർന്ന് അവിടെ മണിക്കൂറുകളോളമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി ഇവിടെ ഗതാഗത നിയന്ത്രണം സുഗമമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഈ അപകട ദൃശ്യങ്ങൾ കാണുകയും പലർക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അതിൽ 10ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. മഴയെ തുടർന്ന് പെട്ടെന്ന് ബസ് ബ്രേക്ക് അമർത്തിയെങ്കിലും അത് നിർത്താൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിൽ ബൈക്ക് യാത്രികർ അവിടെ നിർത്തിയിരുന്ന ബസ്സിനെ മറികടന്നുകൊണ്ട് പോകുന്നതിനിടെ പിറകിൽ നിന്ന് വന്ന സ്കാനിയ ബസ്സാണ് ബൈക്കിൽ ഇടിക്കുന്നത്. അപകടത്തിലെ തുടർന്ന് തൽക്ഷണം 2 പേരും മരിക്കുകയായിരുന്നു. ഈ കൊച്ചി സ്വദേശികളാണ് എന്നതിനപ്പുറം ഈ മരണപ്പെട്ട യുവാക്കളെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭ്യമല്ല അല്ലേ ഡാനി?
നിലവിൽ ലഭ്യമായിട്ടില്ല. കാരണം മൃതദേഹങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അവരുടെ വിശദാംശങ്ങൾ, അവരുടെ പേരുവിവരങ്ങൾ പോലീസ് ലഭ്യമാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നതാണ്. എറണാകുളം രജിസ്ട്രേഷനിലുള്ളതാണ് ബൈക്ക്. ഇവരെ മേൽവിലാസവും ഡീറ്റെയിൽസും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ചെറുപ്പക്കാരാണ് അപകടത്തിൽപ്പെട്ട 2 പേരുമെന്നാണ് മനസ്സിലാക്കാൻ ലഭ്യമായ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രമ്യ. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നാണ് ഈ അപകട വാർത്ത വരുന്നത്. ബസ്സുകൾക്കിടയിൽപ്പെട്ട് 2 ബൈക്ക് യാത്രികരാണ് മരിച്ചത്. യുവാക്കളാണ് മരണപ്പെട്ടത്. ഇവർ കൊച്ചി സ്വദേശികളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.